ഏത് സിനിമ ഇറങ്ങിയാലും ആദ്യം ഉണ്ടാകുന്നത് നമ്മുടെ ചെറുപ്പക്കാരാ. ഇസ്ലാമിക വേഷം ധരിക്കുക എന്നതൊന്നും അവരുടെ മാനദണ്ഡമല്ല. എല്ലാ സ്ഥലങ്ങളിലും അവർ ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് കടന്നു ചെല്ലുകയാണ്. സിനിമാ തിയേറ്ററുകളിൽ പോലും പർദ്ദ ധരിച്ച എത്രയോ പെൺകുട്ടികളാണ് ആ സിനിമാ തിയേറ്ററുകളിലേക്ക് കടന്നു ചെല്ലുന്നത്. നമ്മൾ അടുത്തൊരു വാർത്ത കണ്ടവരല്ലേ, അടുത്തൊരു സംഭവം നമ്മൾ കണ്ടവരല്ലേ. ഈ അടുത്തിറങ്ങിയ ഒരു സിനിമ, ആ സിനിമയുടെ പേര് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ആ സിനിമയിൽ ഒരു ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയുന്ന ഒരു രംഗമുണ്ട്. ആ ആമീൻ പറഞ്ഞത് പർദ്ദ ധരിച്ച നമ്മുടെ പെൺകുട്ടികളല്ലേ. എന്നിട്ടത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാ. ശേഷവും നിങ്ങൾ ഈ ദുആ പതിവാക്കണം. നിങ്ങൾ ഒറ്റയ്ക്കായി ദുആ ചെയ്യുമ്പോഴും നിങ്ങൾ കൂട്ടമായി ദുആ ചെയ്യുമ്പോഴും ഈ ദുആ നിങ്ങൾ പതിവാക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ദുആ ഏതെന്നറിയോ? ചെറുപ്പക്കാരാ, പഠിച്ചു വെക്കണേ, നിന്റെ ഹൃദയത്തിലേക്ക് ഈ ദുആ അങ്ങ് പതിയണേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന ഏതാ? അല്ലാഹുമ്മ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, സഹാബത്തെ നിങ്ങൾ എപ്പോഴും ദുആ ചെയ്യണം, അല്ലാഹുമ്മ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവേ, എന്നെ മുസ്ലിമായി നീ ജീവിപ്പിക്കുന്നു. ഞാൻ ഏത് സമയം മരണപ്പെട്ടാലും അല്ലാഹുവേ, എന്നെ ഒരു മുസ്ലിമായി നീ മരിപ്പിക്കണേ അല്ലാഹ്. അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകണേ അല്ലാഹ്. ഈ ലോകത്തുള്ള എല്ലാവരെയും കരയിപ്പിച്ചുകൊണ്ട് ഈമാനാകുന്ന ആ പ്രകാശത്തിൽ മരണപ്പെടാൻ അല്ലാഹുവേ നീ എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം നമ്മൾ ഈ ദുആ പറഞ്ഞവരാ? ഒന്ന് ചിന്തിക്ക് ഉപ്പ, സഹോദരിമാരെ, ഒന്ന് ചിന്തിക്ക്. നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം നമ്മൾ ഈ ദുആ ചെയ്തവരാ? ഈമാനോടുകൂടി മരിക്കാൻ നിങ്ങൾ ഈ ദുആ പതിവാക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ട് എത്ര വയസ്സായി, എത്ര ദിവസങ്ങൾ നമ്മൾ ജീവിച്ചവരാണ്, എത്ര സമയം നമ്മൾക്ക് കിട്ടിയവരാണ്? ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടോ? അല്ലാഹുമ്മ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. നമ്മുടെ ചെറുപ്പക്കാർക്ക് അതിനൊന്നും സമയമില്ല. വിശുദ്ധമായ ഖുർആനും ഹദീസും പറഞ്ഞു തരുന്ന പ്രാർത്ഥനകൾ പഠിക്കാൻ, ഈമാൻ സലാമത്തിലാകുന്ന പ്രാർത്ഥനകൾ പഠിക്കാൻ നമ്മുടെ ചെറുപ്പക്കാർക്ക് സമയമില്ല. ദുആയ്ക്ക് ആമീൻ പോലും പറയാൻ നമ്മുടെ ചെറുപ്പക്കാരെ നമുക്ക് കിട്ടാതെ വരികയാണ്. എത്ര മതപ്രഭാഷണ സദസ്സുകൾ വെച്ചാലും 60ഉം 50ഉം വയസ്സുള്ള പ്രായം ചെന്ന ഉപ്പമാരും ഉമ്മമാരുമാണ് ആ മതപ്രഭാഷണ സദസ്സുകളിലെല്ലാം. ചെറുപ്പക്കാരെ നമുക്ക് കിട്ടാനില്ല, കൗമാരക്കാരെ നമുക്ക് കിട്ടാനില്ല. എവിടെയാണ് കൗമാരക്കാരെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഏതെങ്കിലും സിനിമാ തിയേറ്ററിലോ ഏതെങ്കിലും റാപ്പർമാരുടെ സോങ്ങുകൾ കേൾക്കാനോ ഒരുമിച്ച് കൂടുന്ന ഒരു സമൂഹമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ചെറുപ്പക്കാർ. നിങ്ങൾ അറിഞ്ഞവരല്ലേ, ഏത് സിനിമ ഇറങ്ങിയാലും ആദ്യം ഉണ്ടാകുന്നത് നമ്മുടെ ചെറുപ്പക്കാരാ. ഇസ്ലാമിക വേഷം ധരിക്കുക എന്നതൊന്നും അവരുടെ മാനദണ്ഡമല്ല. എല്ലാ സ്ഥലങ്ങളിലും അവർ ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് കടന്നു ചെല്ലുകയാണ്. സിനിമാ തിയേറ്ററുകളിൽ പോലും പർദ്ദ ധരിച്ച എത്രയോ പെൺകുട്ടികളാണ് ആ സിനിമാ തിയേറ്ററുകളിലേക്ക് കടന്നു ചെല്ലുന്നത്. നമ്മൾ അടുത്തൊരു വാർത്ത കണ്ടവരല്ലേ, അടുത്തൊരു സംഭവം നമ്മൾ കണ്ടവരല്ലേ. ഈ അടുത്തിറങ്ങിയ ഒരു സിനിമ, ആ സിനിമയുടെ പേര് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ആ സിനിമയിൽ ഒരു ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയുന്ന ഒരു രംഗമുണ്ട്. ആ ആമീൻ പറഞ്ഞത് പർദ്ദ ധരിച്ച നമ്മുടെ പെൺകുട്ടികളല്ലേ. എന്നിട്ടത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാ. ഈ ദുആ പഠിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സമയമില്ല, നമ്മുടെ കൗമാരക്കാർക്ക് സമയമില്ല. എന്ത് കാലമാണ്, എന്ത് കോലമാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് നാണമില്ല സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആഖിർ സമാനിലേക്കാണ് നമ്മൾ കടന്നുപോയിരിക്കുന്നത്. ലജ്ജ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല എടുത്തു കളയും. ഒരു
ഒരുപാട് ജനങ്ങൾ ലജ്ജയില്ലാതെ അവർ ചെയ്യുന്നത് എന്താണെന്ന് പോലും അവർക്കറിയാത്ത ഒരു കാലഘട്ടം കടന്നു വരാതെ ഈ ലോകം അവസാനിക്കുകയില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ മക്കളിൽ ഈമാൻ ഉണ്ടാകണം, നമ്മളിൽ ഈമാൻ ഉണ്ടാകണം. വിശുദ്ധമായ ഖുർആൻ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു പേടി കടന്നു വരണം. ഈ ദുനിയാവിന്റെ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട് എന്ന ചിന്ത നമ്മളിലേക്ക് കടന്നു വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഈമാനികമായ സൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോയി, നിങ്ങൾ ദുആ ചെയ്യണം, അല്ലാഹുമ്മ തവഫനി മുസ്ലിമാ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എല്ലാ സമയങ്ങളിലും ദുആ ചെയ്യണം. അല്ലാഹുവേ, ഈ ലോകത്ത് നിന്ന് ഞാൻ വിട പറയുമ്പോൾ എന്നിലേക്ക് മരണത്തിന്റെ മാലാക കടന്നു വന്ന ആ സമയത്ത് ഈമാനോടുകൂടി മരണപ്പെടാൻ അല്ലാഹുവേ തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുമ്മ തവഫനി മുസ്ലിമാ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹു ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് സമയമാണ് നമ്മളിലേക്ക് മരണത്തിന്റെ മാലാക കടന്നു വരുന്നതെന്ന് പറയാൻ നമുക്ക് കഴിയുകയില്ല. എന്നിലേക്കും നിങ്ങളിലേക്കും മരണം കടന്നു വരുന്നതെന്ന് ഏത് സമയത്താണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ ചെറുപ്പക്കാരാ? ഇല്ല ചെറുപ്പക്കാരാ, പക്ഷേ മരണം യാഥാർത്ഥ്യമാ. മരണമുണ്ടെന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതല്ല.